ഹലോ കൂട്ടുകാരെ, ഇനി ഉള്ളിത്തീയൽ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിന് ആദ്യമേ തന്നെ നമ്മൾ തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ടിട്ട് നല്ലതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ കൈ വിടാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ലോ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ തേങ്ങ നല്ലപോലെ തന്നെ വറുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കളറായിട്ടുണ്ട്. ഇതുവരെ ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. പൊടികൾ എന്താ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുവാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടിൽ കിടന്നുകൊണ്ട് നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനേ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക, അല്ലെങ്കിൽ ചീനച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ്. അതിനകത്തേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉണക്കമുളക് ഓപ്ഷണലാണ്. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി കുറച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ അതിനകത്തേക്ക് ഉള്ളി വഴറ്റാനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് ഉള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം ഇട്ട് കൊടുത്തത്. അതിനുശേഷം നല്ലപോലെ വഴറ്റി ഉള്ളിയൊക്കെ ഒന്ന് വാടി ഒന്ന് കളർ ചേഞ്ചായി വരണം. ആ കളർ ചേഞ്ചായി വന്നതിന് ശേഷം വേണം പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ. പുളിവെള്ളം ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1.5 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് അരിച്ചെടുത്തതാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ഉള്ളി ഒന്നുകൂടെ വെന്ത് വരണം കേട്ടോ. വെന്ത് ഒന്ന് പറ്റി വരണം. അതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടിട്ട് കൊടുക്കാവേ. അപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി, ഒരുപാട് വെള്ളം കുറയ്ക്കേണ്ട ആവശ്യമില്ലേ. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വെള്ളം ഒന്നും ചേർക്കാതെ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ചേർക്കുവാണെങ്കിൽ ഈ കളർ അങ്ങ് ആകെപ്പാടെ മാറിപ്പോകും കേട്ടോ. വേറൊരു കളറായിരിക്കും. അപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ ഇടയ്ക്കൊന്ന് തട്ടി ഇങ്ങനെ ഇട്ടിട്ട് സ്പൂൺ കൊണ്ടൊന്ന് തട്ടിയിട്ട് നമുക്ക് അരച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഇതിനകത്തു നിന്നുള്ള എണ്ണയാണ് ആ തെളിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഈ സദ്യക്കൊക്കെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം മതി. കുറച്ചും കൂടി ചാറോട് കൂടി നമ്മൾ ചോറിന് ഒഴിച്ച് കൂട്ടാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിവിടെ ചോറിന് കറിയായിട്ട് കൂട്ടാൻ വേണ്ടിയാണ്. അഥവാ സൈഡ് ഡിഷായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉപ്പ് കുറച്ച് നോക്കിയായിരുന്നു, ഉപ്പ് കുറച്ചും കൂടി വേണമായിരുന്നു കേട്ടോ. അതിനുശേഷം നമുക്കിത് തിളപ്പിക്കാം. നല്ലപോലെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ സാമ്പാർ പൊടിയാണ് കേട്ടോ. സാമ്പാർ പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അത് നമ്മളൊന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനേ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാമ്പാർ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട സാമ്പാറിൻ്റെ ചുവ വരുമെന്നൊന്നും വിചാരിക്കേണ്ട, ഒന്നും വരുന്നില്ല. പക്ഷേ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഉള്ളിത്തീയൽ. ഇതുപോലെ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഇടണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. ഈ കുറച്ചുകൂടി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ ഇത് ടൈറ്റ് ആകും. അപ്പോൾ അത്രയും മതി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ളൊരു ഉള്ളിത്തീയലത്തെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.